ചില ആൾക്കാർ നിങ്ങൾക്ക് അഡ്വൈസ് തന്നിട്ടുണ്ടാവും 20s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ലൈഫ് എൻജോയ് ചെയ്യാനുള്ള ടൈമാണെന്നുള്ളത്. യു വിൽ നെവർ ബി ദിസ് യങ്, ജസ്റ്റ് ഹാവ് ഫൺ ബ്രോ എന്ന് പറഞ്ഞുകൊണ്ട്. മറ്റ് ചില ആൾക്കാർ നിങ്ങൾക്ക് അഡ്വൈസ് തന്നിട്ടുണ്ടാവും 20s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാനുള്ള ടൈമാണ്, സീരിയസ് ആവാനുള്ള ടൈമാണ്, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ടൈമാണെന്നൊക്കെ. ആൻഡ് വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എനിക്ക് ശരിക്കും എങ്ങനെ നല്ലൊരു ലൈഫ് ലിവ് ചെയ്യണം എന്ന് കാണിച്ചു തരാനുള്ള ഒരു നല്ലൊരു മെയിൽ റോൾ മോഡൽ എൻ്റെ ലൈഫിലില്ലേനും. യെസ്, ഒരുപാട് ആണുങ്ങളുണ്ട് കുടുംബത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ. ബട്ട് ദേ നെവർ ഹാഡ് what I wanted. ജസ്റ്റ് പൈസൻ്റെ കേസ് മാത്രമല്ല, ഹെൽത്ത് ആണെങ്കിലും ഫ്രീഡം ആണെങ്കിലും കോൺഫിഡൻസ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും എല്ലാത്തിലും ഒരു നല്ലൊരു ലൈഫ് ബിൽഡ് ചെയ്തൊരാൾ ഒരു റോൾ മോഡൽ ആയിക്കാണ്ട് കാണാൻ എനിക്കില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കുറച്ച് റീസെൻറ്റ് ഇയേഴ്സ് വരെ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ഞാനിപ്പോൾ ജീവിക്കുന്ന രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു ലൈഫിലേക്ക് അത് ലീഡ് ചെയ്യോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് ഞാൻ ആസ്ക് ചെയ്തിട്ടേ ഇല്ലേനും. ഇപ്പം എൻ്റെ ചുറ്റിനുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോഴാണെന്നുണ്ടെങ്കിലും എൻ്റെ നാട്ടിലുള്ള ആൾക്കാരായിരുന്നു എന്നുണ്ടെങ്കിലും എല്ലാവരും മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരു 15 വയസ്സ് തൊട്ട് ഒരു 25 വയസ്സ് വരെ ലൈഫ് എന്ന് പറയുന്നത് ഫുള്ള് എൻജോയ് ചെയ്യാനുള്ള ടൈം തന്നെയാണ്. പിന്നീട് 25 കഴിഞ്ഞ് കല്യാണമൊക്കെ നോക്കണ ആ ഒരു ടൈമൊക്കെ എത്തുമ്പോഴാണ് എല്ലാവരും ഒന്ന് സീരിയസ് ആവണത്. ഇനി പോലെ അത് പറഞ്ഞിട്ടില്ലെങ്കിലും ഓല ആക്ഷൻ എനിക്കതാണ് മനസ്സിലാവുന്നത്. ബട്ട് ദ ഫണ്ണി തിങ് ഈസ് ആ ഒരു ടൈമിൽ എൻ്റെ ലൈഫ് ഞാൻ എൻജോയ് ചെയ്യല്ലേനും. ഐ വാസ് ആക്ച്വലി വർക്കിംഗ് റിയലി ഹാർഡ്. ആകെ ഹാർഡ് വർക്കിനെ കുറിച്ച് അന്ന് എനിക്ക് അറിയണം എന്താ വെച്ചാൽ കഷ്ടപ്പെട്ട് പഠിക്കാം, രാവും പകലും ഇല്ലാതെ പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, നല്ല ജോലി നേടുക, ആ ഒരു സെറ്റപ്പ് അതാണ് സക്സസ് എന്നുള്ളതാണ് എൻ്റെ മൈൻഡിലുള്ളത്. പിന്നീട് ഞാനിങ്ങനെ ബുക്കുകളൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോൾ സെൽഫ് ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴും അതുപോലെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോഴാണ് മൈൻഡ് പതുക്കെ ഒന്ന് ഇങ്ങനെ ഓപ്പൺ ആവാൻ തുടങ്ങിയത്. ഡിസിപ്ലിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കരിയറിലോ മാർക്കിലോ മാത്രം ഒതുങ്ങി നിൽക്കണമല്ല. ലൈഫ് ഈസ് മച്ച് ബ്രോഡർ ദാൻ ദാറ്റ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അപ്പോൾ 20s എന്ന് പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്യാനുള്ളതാണോ അത് ലൈഫ് ബിൽഡ് ചെയ്യാനുള്ളതാണോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് ഈ 2 ക്വസ്റ്റ്യൻ എന്നോട് തന്നെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്നുള്ളത്. What actually as a man you should focus on your 20s. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഇഷാം. ഐ എം എ CS സ്റ്റുഡൻറ്റ് ടേൺഡ് എൻ്റർപ്രണർ. ഞാൻ ഈ ഒരു കോഗ്നേറ്റീവ് പെർഫോമൻസും ഫിസിക്കൽ പെർഫോമൻസൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന അതുപോലെ തന്നെ മൈൻഡ് സെറ്റും മെൻ്റൽ ഹെൽത്തും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ഇയേഴ്സായി. അതുപോലെ തന്നെ ഞാനൊരു കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്, ഔട്ട്ലേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്. ഇതേ പാത്തിൽ ഇതേ മൈൻഡ് സെറ്റുള്ള ലൈഫ് മൊത്തത്തിൽ ഇമ്പ്രൂവ് ചെയ്യണം, ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഫോർ ഗൈസ് who want to become most disciplined version of themselves, who want to live a high performer lifestyle. അതേപോലെ തന്നെ ഇതേ മൈൻഡ് സെറ്റുള്ള ബ്രദേഴ്സിനെ വേണം, ഒരു ബ്രദർഹുഡ് ബിൽഡ് ചെയ്യണം എന്നാഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ വീക്ക്ലി ലൈവ് സെഷൻസ് വെക്കലുണ്ട്, എല്ലാവരും ഇങ്ങനെ ഇൻട്രാക്റ്റീവ് ആയിട്ട്. ഓൺലൈനായിട്ടാണ് സംഭവം മെയിൻ, ഒരു ഹൈബ്രിഡ് സംഭവമാണ്. അതായത് ഓഫ്ലൈൻ പരിപാടികളുണ്ടാവും, ഓൺലൈൻ പരിപാടികളുണ്ടാവും. അപ്പോൾ വീക്ക്ലി ലൈവ് സെഷൻസ് വെക്കലുണ്ട്. അതേപോലെ ഈ ടോപ്പിക്കുമായിട്ട് എക്സ്പെർട്ടൈസ് ഉള്ള ഗസ്റ്റുകളെ കൊണ്ടുവരലുണ്ട്, ലൈവായി കണ്ട് സംസാരിക്കാൻ, ക്ലാസ് എടുക്കാൻ, ലെക്ചർ എടുക്കാൻ. അതുപോലെ തന്നെ ഞങ്ങൾ ഓഫ്ലൈൻ മീറ്റപ്സുകൾ വെക്കലുണ്ട്. പിന്നെ നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് എന്നോട് ഡയറക്റ്റ് ആക്സസും ഉണ്ടാവും, എന്നോട് ഇൻട്രാക്ട് ചെയ്യാനുള്ള. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ആൻഡ് യു വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് എ ബ്രദർഹുഡ് who are on the same path as you, who have a growth mindset and who is building a great life, check the link in description. ഔട്ട്ലേഴ്സ് ക്ലബ്ബിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ ബാക്ക് ടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ശരിക്കും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാണ്, കാരണം ഇതുപോലത്തെ വീഡിയോസ് ഒന്നും അധിക ചെറുക്കന്മാർ ഫീൽഡിൽ പോലും വരില്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ റിയലി അപ്രീഷിയേറ്റ് യു ജി. സോ ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് ഒരു പോയിന്റ് ക്ലിയർ ആക്കി തരാം. 20s ആർ നോട്ട് ഫോർ എസ്കേപ്പിംഗ് ലൈഫ്, ദേ ആർ ഫോർ ബിൽഡിംഗ് ലൈഫ്. ഈ ഒരു ഡെക്കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുള്ള ടൈമാണ്. ഈവൻ സ്ലീപ്പ് ഡിപ്രൈവ്ഡ് സ്റ്റൈലിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും റെസ്പോൺസിബിലിറ്റി കുറഞ്ഞ ടൈമാണിത്. ഏറ്റവും കൂടുതൽ റിസ്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈമാണിത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റിക്കവർ ആവുന്ന ടൈമാണിത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹയ്യസ്റ്റ് എനർജി ഉണ്ടാവുന്ന ടൈമാണിത്. ഈവൻ നിങ്ങളൊരു സംഭവം തുടങ്ങി ഒരു 5 വട്ടം ഫെയിലായി അല്ലെങ്കിൽ ഒരു 10 വട്ടം ഫെയിൽ ആയാലും യു ആർ സ്റ്റിൽ യങ്. പക്ഷെ അവിടെ വരുന്നൊരു കവേറ്റ് എന്താ വെച്ചാൽ 20s ആണ് നിങ്ങൾക്ക് മൊത്തത്തിൽ ടൈം ഉണ്ട് എന്ന് വിചാരിച്ചാണ്ട് നിങ്ങൾ കംഫർട്ടിനെയാണ് ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളൊരു ലൈഫിൽ ലോക്ക് ചെയ്യും. പിന്നീട് നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത കരിയർ പ്രഷർ, ഫാമിലി പ്രഷർ, ഫൈനാൻഷ്യൽ പ്രഷർ, ഈ സംഭവങ്ങളൊക്കെ ബിൽഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിസ്ക് എടുക്കുക, ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാന്നൊക്കെ പറയുന്നത് കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ 20s നമ്മളെ സംബന്ധിച്ച് റിസ്ക് എടുക്കുക എന്നുള്ളത് ചീപ്പാണ്. പക്ഷേ ഒരു 30s എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറേ റെസ്പോൺസിബിലിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ റിസ്ക് എടുക്കുക എന്നുള്ളത് മച്ച് ഹാർഡർ ആയിരിക്കും. ഈ അധികം ആൾക്കാരും പറയുന്ന എൻജോയ് യുവർ 20s എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ശരിക്കും ചെറുക്കന്മാർ അല്ലെങ്കിൽ ബോയ്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ 20s ആണ് ശരിക്കുള്ളൊരു ടൈം എ ബോയ് ബിക്കംസ് എ മാൻ. ആ 20s നിന്ന് ആ 30s വരുമ്പോൾ ഉള്ള ഒരു ട്രാൻസിഷനാണ് ഫ്രം എ ബോയ് ടു എ മാൻ എന്ന് പറയുന്നത്. ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പില്ലേഴ്സുകൾ ബിൽഡ് ചെയ്യാനുള്ള ടൈമാണ്. ഫിനാൻസ് ആൻഡ് യൂസ്ഫുൾനെസ്
പൈസനെ കുറിച്ച് പഠിക്കാൻ, പൈസ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതും പൈസ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ യൂസ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗൈസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അധികം ആൾക്കാരും നമ്മൾ ഫ്രണ്ട്സ് ആക്കാൻ അല്ലെങ്കിൽ ഓലപ്പം നമ്മൾ ഫ്രണ്ട് ആവാനോ ഉദ്ദേശിക്കുന്നത് അതിലൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് യൂസ്ഫുൾനെസ് ആയിരിക്കും. ഇപ്പോൾ നമ്മളെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ടാക്കാനുള്ള താല്പര്യം വേറെ ആൾക്കാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ യൂസ്ഫുൾനെസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ ഫിനാൻസ് ആൻഡ് യൂസ്ഫുൾനെസ്, അതുപോലെ മെൻ്റൽ സ്ട്രെങ്ത് ആൻഡ് ഫോക്കസ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മുങ്ങാതെ, ആ ഒരു ഷിപ്പ് മുങ്ങാതെ അതിനെങ്ങനെ അഫ്ലോട്ടായി കീപ്പ് ചെയ്യാനുള്ള കഴിവ്, അതുപോലെ ഇൻറ്റൻസ് ആയിട്ട് ഫോക്കസ് ചെയ്യാനുള്ള കഴിവ്, ഫിസിക്കൽ ഹെൽത്ത്, അതുപോലെ സ്ട്രെങ്ത്, റിലേഷൻഷിപ്പ്, സോഷ്യൽ സ്കിൽസ്, കോൺഫിഡൻസ്, സെൽഫ് റെസ്പെക്ട്, സ്റ്റാൻഡേർഡ്സ്, ഈ പറഞ്ഞ പില്ലേഴ്സുകളൊക്കെ ബിൽഡ് ചെയ്യാനുള്ള ടൈമാണ് ശരിക്കും 20s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചില ആൾക്കാർ വിചാരം ഉണ്ടാവും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ സഫർ ചെയ്യല്ലേ എന്നുള്ളത്. പക്ഷേ ഈ പാത്തിലുള്ളവർക്ക് അറിയാൻ പറ്റും ദിസ് ഈസ് ദ റിയൽ എൻജോയ്മെൻറ്റ്. ട്രിപ്സ്, ഫണ്ണ്, ഫ്രണ്ട്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മളെ മിഷന് ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിലാവരുത് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും. സോ ഐ ഗിവ് യു വൺ മോർ റീസൺ ടു കീപ് ബിൽഡിങ് യുവർ 20s. എന്താണെന്നറിയോ? മെൻ പീക്ക് ലേറ്റർ. സോ സ്റ്റോപ്പ് വെറിയിങ് അബൌട്ട് ഏർലി സക്സസ്. ഇപ്പോൾ എനിക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു, ഒരു 25 ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ 24 ആകുമ്പോഴത്തേനും ഭയങ്കര സക്സസ്ഫുൾ ആവണം. 25 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം, ഫാമിലി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയി. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഒരു എംപയറൊക്കെ ബിൽഡ് ചെയ്ത് ഫുള്ള് വലിയ ലെവൽക്കൊക്കെ എത്തണം എന്നുള്ളത്. പക്ഷേ ശരിക്കും ആണുങ്ങളുടെ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ മെയിൽ വാല്യൂ കോമ്പൗണ്ട്സ് ഓവർ ടൈം. നിങ്ങൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഗേൾസിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെൻ പീക്ക് ലേറ്റർ. ശരിക്കും നിങ്ങളെ ക്ലാസ്സിലെ പോലെ തന്നെ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളൊരു 10ാം ക്ലാസ്സിലോ +1ലോ +2ലൊക്കെ പഠിക്കുന്ന ടൈമിൽ നിങ്ങളുടെ ക്ലാസ്സിലെ ഗേൾസ് ഓരോ ബെസ്റ്റ് ലുക്കിലായിരിക്കും മോസ്റ്റ് ഓഫ് ദി ഗേൾസ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓൾക്ക് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്നുള്ള റിലേഷൻഷിപ്പ് ഓഫേഴ്സോ അല്ലെങ്കിൽ മാരേജ് ഓഫേഴ്സോ വരുന്നുണ്ടാവും. എന്നാൽ അതേസമയം നമ്മളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അത് അപ്പോഴൊക്കെ നമ്മളെന്താണ്, കുട്ടികളാണ്. കാരണം 16, 17, 18 തൊട്ടൊരു ഏകദേശം ഒരു 30 വരെ ഗേൾസിനെ സംബന്ധിച്ച് ഓല ഏറ്റവും പീക്ക് ടൈമാണ്. ഓൾക്ക് നാച്ചുറൽ അഡ്വാൻറ്റേജ് ഉള്ള ടൈമാണ്. ഓലെ ലുക്സിലാണെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ നല്ലൊരു ഡെവലപ്ഡ് ആയി നിൽക്കുന്ന ഒരു ടൈമായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച്, ആൺകുട്ടികളെ സംബന്ധിച്ച് നമ്മളെ വാല്യൂ വരുന്നത് ഏകദേശം ഒരു ലേറ്റ് 20s ടു മിഡ് 30s, ആ ഒരു ടൈമിലൊക്കെയാണ് നമ്മളെ പീക്ക് എന്ന് പറയുന്നത്. അത് ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും സൈക്കോളജിക്കലി ആണെന്നുണ്ടെങ്കിലും സോഷ്യലി ആണെന്നുണ്ടെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഒക്കെ നമ്മൾ ആ ഒരു ഏർലി ബോയ് ഫേസിൽ നമ്മൾ ബിൽഡ് ചെയ്ത് പിന്നെ ഒരു ലേറ്റ് 20s അതേപോലെ ഏർലി 30s എത്തുമ്പോഴായിരിക്കും ഇതൊക്കെ നല്ലൊരു മെച്യൂർ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ റൈറ്റ് പാത്തിലാണെന്നുണ്ടെങ്കിൽ 25 എന്നൊക്കെ പറയുന്നത് ശരിക്കും എന്താണ്, ഏർലിയാണ്. 30 to 35 എന്നൊക്കെ പറയുന്നത് നമ്മളെ പ്രൈമാണ്. ഈവൻ 40s വരെ അടിപൊളി ടൈമാണ്. പക്ഷേ ഇത് എപ്പോഴേ ഹാപ്പൻ ചെയ്യുള്ളൂ നമ്മൾ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ. അതല്ലാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ടൈമുണ്ട്, മെൻ പീക്ക് ലേറ്റർ, അതിൻ്റെ അർത്ഥം ഈ ഒരു 20s തൊട്ട് 30s വരെ നമുക്ക് ഫുള്ള് തോന്നിയ മാതിരി നടക്കുക. അപ്പോൾ പിന്നെ നമുക്ക് എന്തുണ്ട്, ഒരു 30s കഴിഞ്ഞാൽ ടൈം ഉണ്ട് എന്നല്ല. നിങ്ങൾ ആകെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് ടു എൻജോയ് മൈ ലൈഫ്, ഐ വിൽ ഗെറ്റ് സീരിയസ് ലേറ്റർ എന്നാണെന്നുണ്ടെങ്കിൽ യെസ് യു ഹാവ് ദ റൈറ്റ് ടു പാനിക്. കാരണം അത് നല്ലൊരു ലൈഫിലേക്ക് എത്തിക്കൂല. പിന്നീട് 30s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇഫ് യു ആർ ഇംപ്രൂവിങ് ഡെയിലി, ലിഫ്റ്റിങ്, ലേണിങ്, ബിൽഡിങ്, ഏണിങ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ ടൈം ഈസ് നോട്ട് വർക്കിംഗ് അഗെയിൻസ്റ്റ് യു, ആക്ച്വലി ദ ടൈം ഈസ് വർക്കിംഗ് ഫോർ യു. ഇപ്പോൾ മെയിനായിട്ട് ചെക്കന്മാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഒരു ഫോളോ ചെയ്ത് പോകുന്ന ട്രാപ്പുകൾ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ, ആ ഒരു ഹൈ അച്ചീവർ ലൈഫിലേക്ക് പോകുന്നതിനെ തടയുന്ന സംഭവങ്ങളാണ് ചീപ്പ് ഡോപ്പമിൻ, അതുപോലെ കംഫർട്ട്, അതുപോലെ ഗേൾസിനെ ചേസ് ചെയ്യാനൊക്കെ ഉള്ളത്. അപ്പോൾ ചീപ്പ് ഡോപ്പമിനോട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ 18 ആ ഒരു ടൈമിലൊക്കെ ഭയങ്കര യങ്ങായി നിൽക്കുമ്പോൾ ഡ്രഗ്സിലൊക്കെ വീണ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മൾ അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് ചിന്തിക്കില്ല. നമ്മൾ ആ ഒരു ടൈമിൽ ഒരു കൂൾ എന്നുള്ള രീതിയിൽ നമ്മൾ ബാക്കിയുള്ളവരിൽ നിന്നൊരു സംഭവമാണ് എന്നൊക്കെയുള്ളൊരു തോന്നൽ നമ്മൾ എന്ത് ചെയ്യും, ഡ്രഗ്സ് യൂസ് ചെയ്ത് നോക്കും. ആ ഒരു വേറെയുള്ളവരോ എന്താ പറയുക ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു മൈൻഡിലോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യണമല്ലോ അടിപൊളി ആൾക്കാരാന്നുള്ള ചിന്തയിലോ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട് സർക്കിളിലുള്ള പ്രഷർ കൊണ്ടോ കാര്യങ്ങളോ ഓല് പറയും എന്താ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പൊട്ടനാണെന്നൊക്കെ ഓല് പറയും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ യൂസ് ചെയ്തൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ഫോണിൽ നമ്മൾ വീണ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് എൻജോയ്മെൻ്റ് ഉണ്ടല്ലോ, പാർട്ടി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുക, ഒരു സീരിയസ്നെസ്സോ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാതെ അങ്ങനെ നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു സംഭവം ബിൽഡ് ചെയ്യാനുള്ള, ഞാൻ പറഞ്ഞു എന്ത് 20s എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര റിസ്ക് ടോളറൻസും നല്ല എനർജിയും എബിലിറ്റി ടു ഫോക്കസൊക്കെ കൂടുതലായിരിക്കും എന്നുള്ളത്. പക്ഷേ ആ ഒരു എനർജി നമ്മൾ ഇങ്ങനത്തെ സാധനത്തിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ലൈഫ് ബിൽഡ് ചെയ്യാനുള്ള ഒരു എനർജി അവിടെ ഉണ്ടാവില്ല. സോ നോ വണ്ടർ ലൈക്ക് പല ആൾക്കാരും പറയുണ്ടാവും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വീണ് പോയി കഴിഞ്ഞാൽ എനിക്കൊരു മോട്ടിവേഷനും ഇല്ല നല്ലൊരു ലൈഫ് ജീവിക്കുക എന്നുള്ളത്. എങ്ങനെ ഉണ്ടാവാനാ? കാരണം ഉള്ള എനർജി ഫുള്ള് ഇതിലാണ് കൊടുക്കുന്നത്, ഇങ്ങനത്തെ സംഭവങ്ങളാണ് കൊടുക്കുന്നത്. പിന്നെ അടുത്തൊരു റീസണാണ് ചേസിങ് വുമൺ ഇൻ യുവർ 20s അല്ലെങ്കിൽ ചേസിങ് ഗേൾസ് ഇൻ യുവർ 20s എന്ന് പറയുന്നത്. ശരിക്കും ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ബിൽഡ് ചെയ്യുന്ന ഒരു ചങ്ങായി, ഓനക്കൊരു മിഷൻ ഉണ്ട്, ഓൻ ആ മിഷനിൽ കണ്ടിന്യൂസ് ഫോക്കസ്ഡ് ആണ്. ഓൻ്റെ സ്കില്ലുകൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓൻ്റെ എംപയർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓൻ്റെ ഫിനാൻസ് ഓൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓൻ്റെ ബോഡി ഓൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓൻ്റെ സർക്കിൾ ഓൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരാളെ സംബന്ധിച്ച് ഹീ ഈസ് ആക്ച്വലി വെരി ഫക്കിങ് അട്രാക്റ്റീവ് ശരിക്കും. പക്ഷേ അതേസമയം
പെൺകുട്ടികളെ ചേസ് ചെയ്യുന്ന ഒരു ചങ്ങയാണെന്നുണ്ടെങ്കിൽ, ഗേൾസിനെ ചേസ് ചെയ്യുന്ന ഒരു ചങ്ങയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു റെഡ് പിൽ രീതിയിലല്ല പറയുന്നത്, പക്ഷേ ഇതാണ് റിയാലിറ്റി. നമ്മൾ ശരിക്കും ഇപ്പോൾ ഒരാളെ ചേസ് ചെയ്യാണ്, ഗേൾസിനെ ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ചങ്ങാനെ എങ്ങനെ പെർസീവ് ചെയ്യുള്ളൂ? ഓനെ ഒരു ഉപകാരം ഇല്ലാത്ത വീക്കായിട്ടുള്ള ഒരു സിമ്പ് എന്നുള്ള രീതിയിൽ ആൾക്കാർ കാണുള്ളൂ. സോ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഗേൾസിനെ ചേസ് ചെയ്യാന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ പോകരുത് ഈ ഒരു ടൈമിൽ. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ ലൈഫ് ബിൽഡ് ചെയ്യാനുള്ള ടൈമാണ്. ആ ടൈമിൽ നമ്മളിപ്പോൾ ആരെങ്കിലും അട്രാക്റ്റ് ആവുകയാണ്, ആരെങ്കിലും നമ്മളോട് അട്രാക്റ്റഡ് ആയിട്ട് ഇങ്ങനെ വരികയാണ്, അതുപോലെ നമ്മളെ ശരിക്കും ഗ്രോ ചെയ്യാൻ നമ്മളൊപ്പം ഉള്ള, നമ്മളെ ഗ്രോ ചെയ്യാൻ പുഷ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അതല്ലാതെ നമ്മൾ ആ ഒരു ഫോക്കസ് ഗേൾസിനെ ചേസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പറയത്തക്ക ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരാളെന്ന് പറഞ്ഞാൽ ഒരു ലൂസറായിരിക്കും. അങ്ങനെ ഒരു ലൂസറിനെ വേറെ ഒരു പെൺകുട്ടിയാക്കും വേണ്ടിയില്ല. ആൻഡ് ദ നെക്സ്റ്റ് പ്രോബ്ലം ഈസ് ചേസിങ് കംഫർട്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞത് റിസ്ക് എടുക്കാൻ, റിസ്ക് ടോളറൻസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും എന്നുള്ളത്. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല സാധനങ്ങളും ടെസ്റ്റ് ചെയ്യാൻ, പല സ്റ്റുപ്പിഡായിട്ടുള്ള ഐഡിയകളും ടെസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ അതിന് പകരം നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടി നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കാതെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു പറയത്തക്ക നല്ലൊരു, നമ്മളെ ആൾക്കാരോടൊക്കെ പറയാൻ പറ്റിയ, നമ്മൾ പ്രൗഡായിട്ട് സംസാരിക്കാൻ പറ്റിയൊരു ലൈഫ് നമുക്ക് ഉണ്ടാവില്ല. അതിനിപ്പോൾ എംപ്ലോയ്മെൻറ്റ് മാറ്റി ഇതിലേക്ക് പോകണം അല്ലെങ്കിൽ അങ്ങനെയൊന്നല്ല ഞാൻ പറയണത്, ഒരു ബിസിനസ് തുടങ്ങണം എന്നൊന്നുമല്ല. എയിലാണെന്നുണ്ടെങ്കിലും ലൈഫിൽ നിന്നുണ്ടെങ്കിലും റിസ്ക് എടുക്കുക, നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിന് ഏറ്റവും പറ്റിയ ടൈമാണ് ഈ 20s എന്ന് പറയുന്നത്. കംഫർട്ടിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക വെച്ചാൽ നമ്മളൊരു 30-40 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ചിന്ത ഉണ്ടാവും, എന്ത് അന്ന് അത് ചെയ്താൽ മതിയായിരുന്നു, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ആ പേടിച്ചിട്ട് ഇങ്ങനെ നിന്നു. ആ ഒരു റിഗ്രറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. പിന്നെ നമുക്ക് ഫുൾഫിൽമെൻറ്റ്, കണ്ടൻമെൻറ്റ്, അതേപോലെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഉള്ളിൽ നിന്ന് വരാനുള്ള ഒരു സംഭവമാണ്. അത് ശരിക്കും വരെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിന് റിസൾട്ട് കിട്ടിയോ ഇല്ലേ എന്നല്ല, പക്ഷെ നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കണ്ടൻമെൻറ്റ്, ആ ഒരു ഫുൾഫിൽമെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ, എനിക്ക് അറിയില്ല നടക്കൂലേ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഈ എന്തോ ഞാനത് ട്രൈ ചെയ്തു എന്നൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുമല്ലോ, അതാണ് അതിലേക്ക് നയിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഹാർഡ് വർക്ക് അലോൺ ഡസൻറ്റ് മേക്ക് എ ലൈഫ് ഗുഡ്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് കാലം മുമ്പ് എൻ്റെ മൈൻഡിൽ ഫുള്ള് ഹാർഡ് വർക്കിനെ കുറിച്ചുള്ളതിനും, ഞാൻ എപ്പോഴും എന്തെങ്കിലും ഫോക്കസ് ചെയ്യുന്നു, സ്റ്റഡീസിലും അതേപോലെ നല്ല കരിയർ ഉണ്ടാക്കണം, ആ രീതിയിൽ ഭയങ്കര പഠിക്കുക, ലൈഫിൽ വേറെ ഒന്നുമില്ല, ഫുൾ കംപ്ലീറ്റ് മങ്ക് മോഡ് എന്നുള്ള രീതിയിലും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവമാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു വണ്ടിയിൽ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ, 1 ലിറ്റർ അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു പെട്രോള് ബേൺ ചെയ്ത് കഴിയണ വരെ ആ വണ്ടി ഓടും, അത് കഴിഞ്ഞാൽ ഓടില്ലല്ലോ. അപ്പോൾ ശരിക്കും നമ്മളിവിടെ ആ ഒരു മൈൻഡ് സെറ്റിൽ പക്ക ഡിസിപ്ലിൻ, പക്ക വിൽ പവർ എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ പോകുന്നത് വിൽ പവറിൻ്റെ ബേസിലാണ്. വിൽ പവർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു ലിമിറ്റഡ് റിസോഴ്സാണ്. എല്ലാ ദിവസവും നമുക്ക് അതിനൊരു, അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ ഒരു ഓവറാൾ ലോങ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ അതിനൊരു എന്തുണ്ട്, ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അത് തീരുന്ന വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ പക്ക ഡിസിപ്ലിനിൽ പോകാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ ബേൺ ഔട്ട് അല്ലെങ്കിൽ ആ ഒരു ട്രാക്കിൽ നിന്ന് ഫോളോ ചെയ്യുക, പിന്നെയും വീണ്ടും ലെവൽ 0 തന്നെ എത്താനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ അതേസമയം നമ്മൾ ആ പോകുന്ന ജേണിയിൽ നമ്മൾ ശരിക്കും നമ്മളെ പ്രൊഡക്റ്റീവ്നെസ് നിന്ന് എടുത്ത് കളയാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മളെ മിഷനിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള എൻജോയ്മെൻറ്റ് നമ്മൾ അതിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ജേണി ലൈഫ് ലോങ് കൊണ്ടുപോകാൻ സുഖമായിരിക്കും. ഈ ഒരു സംഭവം ഞാൻ ശരിക്കും എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പറയാണ്. കാരണം ഏകദേശം ഒരു യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് മുമ്പും ആ ഒരു ടൈമിലും എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിസിപ്ലിൻ എന്നുള്ള രീതിയിലാണ്. കാരണം അതൊരു ലോൺലി ചാപ്റ്റർ ആയിരുന്നു. കാരണം ഈ ഒരു പാത്തിലുള്ള ആൾക്കാരെ വേറെ ആരെയും അറിയില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ പഴയ ഏറ്റവും സെറ്റ് ഓഫ് ഫ്രണ്ട്സിന് ഏറ്റവും എന്തില്ല, മാച്ച് ആവണമില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഫ്രണ്ട് ഗ്രൂപ്പിൽ നിന്ന് പോകുന്നു ചെയ്തു, പുതിയ ആൾക്കാരെ അട്രാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും ഒരു ലോൺലി ഫേസ് ആണ്. അപ്പോൾ അവിടെ എനിക്ക് ആകെ മങ്ക് മോഡ്, ഡിസിപ്ലിൻ ഹാർഡ് വർക്ക് എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ പോകുമ്പോൾ വെച്ചാൽ പലപ്പോഴും ഇത് മടുക്കുക, അല്ലെങ്കിൽ ഇത് മതി, അല്ലെങ്കിൽ ഇത് ഇനി എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവോ, ഇത് എന്താണ് ഇങ്ങനെ പോയിട്ട്, അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയായിരിക്കും. ഒരു ബേൺ ഔട്ട് രീതിയിൽ, ഒരു എനർജി പിന്നെ ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഫ്യൂവൽ ഇല്ലാത്ത രീതിയിൽ ഫീൽ ചെയ്തതിന്. പക്ഷേ ഇപ്പോൾ ഒരു ടൈമിൽ ഞാൻ മനസ്സിലാക്കിയത്, ഇതേ ജേണിയിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്തുണ്ട്, പ്രൊഡക്റ്റീവായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, നല്ലപോലെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഗ്രോത്ത് ലെവലിലുള്ള കാര്യങ്ങളാണ്. ഏകദേശം നമ്മളതേ ഒരു മൈൻഡ് സെറ്റാണ്. ലൈഫിൽ നല്ല വലിയ ഗോൾസുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓലപ്പോൾ നമ്മൾ ട്രെയിനിങ് ചെയ്യുക, ഹൈക്കിങ് ചെയ്യുക, സംസാരിക്കുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ശരിക്കും നമ്മളെ മിഷനിൽ അല്ലെങ്കിൽ നമ്മളെ ജേണിയിൽ ഒരു പുഷ് തരുന്ന സംഭവങ്ങളാണ്. ഈ എൻവയറമെൻറ്റ് റൂളിൽ ഞാൻ ഭയങ്കര രീതിയിൽ വിശ്വസിക്കുന്ന ആളാണ്. യു ആർ ദി ആവറേജ് ഓഫ് ദ 5% യു സ്പെൻഡ് ടൈം വിത്ത്, അല്ലെങ്കിൽ ഷോ മി യുവർ ഫ്രണ്ട്സ് ഐ ഷോ യു ഫ്യൂച്ചർ എന്ന് പറഞ്ഞ സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് 100% കറക്റ്റാണ്. നമ്മളൊപ്പമുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ശരിക്കും ക്രാബ്സ് ആണെന്നുണ്ടെങ്കിൽ, ക്രാബ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഉള്ളവർ മുകൾക്ക് എത്തുമ്പോൾ പോലെ പിടിച്ച് താഴത്തേക്ക് ഇടാം. ഇപ്പോൾ നമ്മൾ ഞണ്ടുകളൊക്കെ ഒരു ബക്കലിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, വേറെ ഞണ്ട് ഇങ്ങനെ കയറി പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലുള്ളത് അതിനെ പിടിച്ചിട്ട് അതിൻ്റെ കാൽമ പിടിച്ചിട്ട് അതിനെ താഴത്തേക്ക് തന്നെ ഇടുന്ന ആ ഒരു ഇത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണില്ലേ. അപ്പോൾ അതുപോലെയുള്ള ഫ്രണ്ട്സാണ് നമ്മുടെ കൂട്ടത്തിലുള്ളതെന്നുണ്ടെങ്കിൽ, നോർമലി നമ്മളെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളവരോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്കൂൾ പഠിച്ചോലോ കയറും. അപ്പോൾ നമ്മൾ അതിന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ഗ്രോത്ത് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംഭവം ചെയ്യുമ്പോൾ ഇവരെന്ത് ചെയ്യും, നമ്മളെ പിടിച്ചാണ് വീണ്ടും താഴത്തേക്ക് തന്നെ ഇടും. ഇതെന്തിനാ ഞങ്ങളിൽ നിന്ന് മാറിപ്പോകണം എന്നുള്ള രീതിയിൽ, ഞങ്ങളെ കൂട്ടത്തേക്ക് തന്നെ വാ എന്നുള്ള രീതിയിൽ പിടിച്ചിടും. അപ്പോൾ അങ്ങനെയുള്ളൊരു സർക്കിളാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അത് ശരിക്കും ഒരു സർക്കിളല്ല, അതൊരു കേജാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങളെ ഫ്രണ്ട്സിന് 2 കഴിവുണ്ട്.
ദേ കൻ എയ്തർ മൾട്ടിപ്ലൈ യുവർ ഗ്രോത്ത് ഓർ ഡിസ്ട്രോയ് യുവർ ഗ്രോത്ത്. സോ ലൈഫിൽ നല്ല ഗോൾസുകളുള്ള വലിയ ഗോൾസുകളുള്ള അതുപോലെ തന്നെ നമ്മളെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യുന്ന ചലഞ്ച് ചെയ്യുന്ന ഇപ്പോൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും, നമ്മളോട് നേരെ പറയുന്നത് അത് ശരിയല്ല എന്ന് പറഞ്ഞാണ്ടൊക്കെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും. അപ്പോൾ നമ്മളെ ഈഗോയിലൊക്കെ ചെറുതായിട്ട് അത് അഫക്റ്റ് ചെയ്യും. പക്ഷേ നമ്മൾ ശരിക്കും വളരാൻ വേണ്ടിയാണ് ആ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളില്ലാത്ത സമയത്ത് നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയാത്ത, അതുപോലെ തന്നെ നമ്മളെ ശരിക്കും ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഫ്രണ്ട് ഗ്രൂപ്പ് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട് ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ശരിക്കും നിങ്ങൾ കടന്നു പോകുന്ന ഒരു ടൈം ആയിരിക്കും എന്ത് ലോൺലി ചാപ്റ്റർ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ക്രിസ് വില്യംസിൻ്റെ പോഡ്കാസ്റ്റിനൊക്കെ ഞാൻ കേട്ട സംഭവമാണ്. ഇത് എല്ലാവരും ഹൈ അച്ചീവേഴ്സിൻ്റെ ലൈഫിലും സംഭവിക്കുന്ന ഒരു സാധനമാണ്. അതായത് നമ്മളെ പഴയ ഫ്രണ്ട് ഗ്രൂപ്പ് ഇനി നമ്മളിതിൽ ഫിറ്റിനാവണില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഒറ്റക്കാവാൻ തുടങ്ങും, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എന്താവും, ഈ കൂട്ടത്തിൽ പെട്ട ആളാവില്ല, നമ്മളൊരു ഔട്ട്ലെയറായി മാറും. പിന്നീട് നമുക്ക് എന്തായി ഉണ്ടാവില്ല, നമ്മൾ അതിനൊരു പ്രൂഫ് അല്ലെങ്കിൽ അതിനൊരു കുറേ സംഭവങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ടാവില്ല. എങ്ങനെ ബാക്കിയുള്ള ഈ ഹൈ അച്ചീവേഴ്സ് നമ്മളെ നോട്ടീസ് ചെയ്യാനും. അപ്പോൾ അതിൻ്റെ അടിയിൽ കിടക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ചിലപ്പോൾ 1, 2, 3 കൊല്ലങ്ങളായിരിക്കും. അത് എല്ലാ ഹൈ അച്ചീവേഴ്സും കടന്നു പോകുന്നൊരു ടൈമാണ് ആ ഒരു ലോൺലി ചാപ്റ്റർ എന്നുള്ളത്. അവിടെ നമുക്ക് ഫ്രണ്ട്സ് കുറവായിരിക്കും. പിന്നീട് നിങ്ങളെ സംഭവം ബിൽഡ് ചെയ്ത് ബിസിനസ് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, ലൈഫ് ആയിക്കോട്ടെ, ഫിറ്റ്നസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, പതുക്കെ ബിൽഡ് ചെയ്ത് ആ ഒരു റിസൾട്ട് ഇങ്ങനെ കാണാൻ തുടങ്ങുമ്പോൾ ഇതേ ലെവൽക്കുള്ള കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക, ഒരു ഹൈ അച്ചീവേഴ്സിൻ്റെ ഒരു ഫ്രണ്ട് ഗ്രൂപ്പ് തന്നെ കിട്ടുക. അപ്പോൾ ഇതേപോലെ ഏകദേശം ഒരേ മൈൻഡ് സെറ്റുള്ള ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളൊരു ഗോളോട് കൂടിയാണ് ഞാൻ ഔട്ട്ലയേഴ്സ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഔട്ട്ലയേഴ്സ് ക്ലബ്ബിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്രദർഹുഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ലോൺലി ചാപ്റ്ററിലാണ്, അതേപോലെ തന്നെ ഇങ്ങനെ പ്രൊഡക്റ്റീവായിട്ടുള്ള സംസാരങ്ങളിലും ഇങ്ങനെ പ്രൊഡക്റ്റീവായിട്ടുള്ള മീറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ബ്രദർഹുഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. ഇൻ ദ കേസ് ഓഫ് മോസ്റ്റ് ഗൈസ്, ഓല ലൈഫൊന്നും നല്ല രീതിക്ക് എത്താത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓല മൊത്തത്തിൽ ഓല ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാത്ത കാരണം എന്ന് പറയുന്നത്, ദേ ആർ അഫ്രൈഡ് ഓഫ് ടേക്കിംഗ് റിസ്ക്, ദേ ആർ ഒപ്റ്റിമൈസിങ് ഫോർ സേഫ്റ്റി, ദേ ക്വിറ്റ് വെൻ റിസൾട്ട്സ് ആർ സ്ലോ, ദേ വെയിറ്റ് ഫോർ മോട്ടിവേഷൻ, ദേ ഹാവ് നോ റിയൽ റോൾ മോഡൽസ്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം ആലോചിക്കാം, നമ്മൾ ആക്ച്വലി ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ വാല്യൂ ആസ് എ ഗായ്, നമ്മളെ വാല്യൂ എന്താവും, ആസ് ടൈം ഗോസ് ഓൺ ഇറ്റ് വിൽ കോമ്പൗണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ശരിക്കും ബിൽഡ് ചെയ്യേണ്ട ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ഗായ്, എ മാൻ ഹൂ ലെറ്റ്സ് റിസൾട്ട്സ് സ്പീക്ക്. ഇപ്പോൾ പല ആൾക്കാർക്കുള്ള ഒരു സ്വഭാവം ഉണ്ടാവും എന്ത്, അവനാൻ്റെ റിസൾട്ടിനെ കുറിച്ച്, അവനാൻ്റെ ഹാർഡ് വർക്കിനെ കുറിച്ച് ബാക്കിയുള്ളവരോട് ഇങ്ങനെ ബ്രാഗ് ചെയ്യുക എന്നുള്ളത്, ഇങ്ങനെ സംസാരിക്കുക വേറെയുള്ളവരോട്, ഞാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ ലൈഫ് ഇത്ര ഇതാണ് എന്നൊക്കെ ഉള്ളത്. പക്ഷേ ശരിക്കും മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ചങ്ങായാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഹി ലെറ്റ്സ് ഹിസ് റിസൾട്ട് സ്പീക്ക്. ഒരുപാട് നമ്മളെ സക്സസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല, അത് റിസൾട്ടിൽ നിന്ന് തന്നെ ആൾക്കാർക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് എ ഗായ് ഹു ടേക്ക് ക്രിറ്റിസിസം. ഇപ്പോൾ നമ്മളോട് ഒരാൾ പറയുകയാണെങ്കിൽ അത് ചെയ്ത് ശരിയല്ല, അല്ലെങ്കിൽ ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ ശരിക്കും നേരെ അങ്ങോട്ട് നമ്മൾ ഈഗോ ഹേർട്ട് ആയിക്കാണ്ട് അങ്ങോട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ പകരം ശരിക്കും എന്താവും, ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഓൻ എന്ത് ചെയ്യും, ആ ക്രിറ്റിസിസം എടുത്തിട്ട് ഓനൊന്ന് നോക്കി വെക്കും, ഇത് ശരിയാണോ തെറ്റാണോ, ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ളത്. ഹി റെസ്പെക്ട്സ് വുമൺ. അതുപോലെ തന്നെ ഒരു സ്വന്തമായിട്ടൊരു മിഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ്, സ്വന്തം ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഓനക്ക് അറിയുണ്ടാവും റിസൾട്ട്സ് ടേക്ക് ടൈം. എനിത്തിങ് ഗ്രേറ്റ് ഇൻ ലൈഫ് അത് 5 or 10 വർഷമൊക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. സോ അങ്ങനെയുള്ള ഒരാളെ നമ്മളൊരു ഡെയിലി ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലൈഫിൽ അയാൾ ചെയ്യുന്ന ഹാബിറ്റുകൾ, ദ ഡെയിലി ലൈഫ് ഓഫ് എ മാൻ ഓൺ ദ റൈറ്റ് ട്രാക്ക്, ഞങ്ങൾക്കൊരു എക്സാമ്പിൾ ആയിക്കാണ്ട് പറഞ്ഞുതരാം. ഹി ട്രെയിൻസ് ഹിസ് ബോഡി, ഇറ്റ് ഇസ് എ നോൺ നെഗോഷ്യബിൾ ഫോർ ഹിം. ഹി ബിൽഡ്സ് ഹിസ് സ്കിൽ tied to his mission. He works in deep, focused blocks every day. He says no to distractions and unworthy opportunities. He invests in his family and relationships. He protects his sleep, health and mindset. അപ്പോൾ അത്ര ആലോചിച്ചാൽ മതി. 20s എന്ന് പറയുന്നത് ശരിക്കും ബിൽഡ് ചെയ്യാനുള്ള ടൈമാണ്. 30s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഹാർവസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ അതിനുള്ള റീസൺസും എന്താ സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു. ഇത്ര ആലോചിക്കുക, ബിൽഡ് ചെയ്യുന്ന ടൈമിൽ കംപ്ലീറ്റ്ലി വിൽ പവറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ആ ഒരു ജേണി തന്നെ എങ്ങനെ ഫണ്ണാക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, പ്രൊഡക്റ്റീവ് രീതിയിൽ നമ്മളെ മിഷനെ ഡൈവേർട്ട് ചെയ്യാത്ത രീതിയിൽ ആ ഒരു ജേണി ഫണ്ണാക്കി കഴിഞ്ഞാൽ, ലൈഫ് ലോങ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് എ ഗ്രേറ്റ് ലൈഫ്. ആൻഡ് ഐ ഹോപ്പ് ദിസ് വീഡിയോ is helpful for you guys. See you in the next video.